ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ RJ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ടൂർ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണ്. അമ്മേൻ്റെ ഫാമിലി ആയിട്ട് പോവുകയാണ്. നീലഗിരിയാണ് പോകുന്നത്. നീലഗിരി അല്ല, നിലമ്പൂരാണ് റിസോർട്ട് ഉള്ളത്. ഏതായിരുന്നു വെച്ചാൽ റിസോർട്ടിൻ്റെ പേര്? നിലമ്പൂർ മഹാഗണി ഹട്ട് എന്നാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഫോറസ്റ്റിന്റെ സെന്ററിലൊക്കെയാണ്, ചെറിയൊരു സെൻട്രലായിട്ടാണ് വരുന്നത്. വേറൊരു വൈബാണ് കേട്ടോ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. അതാണ് നമ്മളെ മഹാഗണി ഹട്ട്. അവിടേക്ക് റിസോർട്ടിന്റെ വഴിയിലേക്ക് ഇറങ്ങാണ് കേട്ടോ. പറയാൻ പറ്റില്ല, ചിലപ്പോ ചില ഏരിയാസിൽ കിട്ടും. ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്താൻ പോവാണ് കേട്ടോ. വേറൊരു വൈബാണ് ഇങ്ങനെ പോകുമ്പോ. കാടല്ലെങ്കിൽ കാടിന് നടുക്കിൽ കൂടെ പോകുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മൃഗങ്ങൾ എന്നാണ്. നല്ല വെപ്പാണ്. ആകാശ ഗ്ലാസ് എങ്ങനെ നമ്മളെ മഹാഗണി ഹാട്ട്. അമ്മേ ഒന്ന് വീഡിയോസ് നല്ലൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫാമിലി ആണെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അമ്മേൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഊഞ്ഞാലിടണമെങ്കിൽ അതിനൊരു ഏരിയ ഉണ്ട്. അവിടെ പൂളുണ്ട്. 5 റൂംസാണ് ഇവിടെ ഉള്ളത്. 5 റൂംസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കളിക്കാനാണെങ്കിൽ കുളിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള പൂൾ ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. മൈക്കിന്റെ അടുത്തേക്ക് നിന്ന് പാട്. ഇനി പിക്കോട്ടെ പാട്. പാടിക്കോ. അടിപൊളി. എല്ലാരും ക്ലാപ്പ് കൊടുത്തേ, ക്ലാപ്പ് കൊടുത്തേ. ഗ്രില്ലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓ മാവാ.
ആകാശ് അവിടെ ബ്ലോഗിങ്ങില്ല. ചിക്കൻ്റെയാ ബിന്ദാൻ്റെ? ബിന്ദാൻ്റെ ഇതാണ് ബിന്ദാൻ്റെ സ്പെഷ്യൽ തേങ്ങാക്കൊത്ത് ചിക്കൻ്റെ. അത് വേറെ ലെവലെന്നെ മക്കളെ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ. കലവില കലവില. ബൈജുമാമ ഇവിടെ ഗ്രില്ലിങ്ങിന്റെ ബൈജുമാമനാണ് അതിനാണ്. ആ ചിക്കനൊക്കെ നോക്കി ചിരിക്കണ നോക്കിയാണ്ടാവും. ഇത് കുറച്ച് ചിരി കുറഞ്ഞിരിക്കണ പിന്നല്ല. എല്ലാവരും ഫുഡ് കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരേ. സോ ഗൈസ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പവും മുട്ടക്കറിയും. ഊഞ്ഞാലാടി കളിക്കുകയാണ്. ഇനി അടുത്ത് പൂളിലേക്ക് ഇറങ്ങണം. പൂളിലേക്ക് ഇറങ്ങണേ ഇട്ടിട്ടില്ല അല്ലേ? അല്ല ആദിക്കുട്ടാ? എൻ്റെ മോന്താ ആദിക്കുട്ട ഒരു ഹായ്ന്ന് പറഞ്ഞേ. വിക്കുട്ട പറയോ ഹായ്ന്ന്? പറയില്ല. ഹായ് അശ്വര്യം പറഞ്ഞാള്. ചിറ്റേൻ്റെ നടുക്കിയിരിക്കുകയാണ്. ചേറ്റ നടുക്കിയിരിക്കുകയാണ്. ഭഗവാനെ, റിസോർട്ട് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇന്നലെ പൂളിൽ കളിച്ച ഡ്രസ്സെല്ലാം ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് ഗായ്സ്. വേറൊരു സംഭവം ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചത് കേട്ടോ. ഇതൊരു റൂമാണ്. റൂം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പം ഒരാൾക്കും കൂടി കിടക്കണമെങ്കിൽ എക്സ്ട്രാ ബെഡ് ഒരു തരും. ജസ്റ്റ് നമുക്കൊന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയൊരു ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ TV ഉണ്ട്, AC ഉണ്ട്, ഒക്കെ ഇതിൽ പെട്ടതാണ് കേട്ടോ. ബെഡ്, പിന്നെ നമുക്ക് അടിപൊളി. യോ എന്നെല്ലാം കൂടി കണ്ടിട്ട് പ്രാന്തത്തിനെ പോലെ ഉണ്ട്. പ്രാന്തത്തി. പിന്നെ ഡ്രസ്സൊക്കെ വെക്കാനൊരു ഏരിയ ഉണ്ട്. പിന്നെ ബാത്റൂം കാണിച്ചത്. ഇതാണ് ബാത്റൂം. നമുക്ക് ഫേസൊക്കെ വാഷ് ചെയ്യാനും എല്ലാത്തിനും ഒരു വാഷ് ബേസിൻ ഉണ്ട്. വലിയ ബാത്റൂമാണ് കേട്ടോ, വലിയ ഏരിയ ആണ്. കാണുന്നുണ്ടോയെന്നറിയില്ല. ഏകദേശം നല്ല വലിയ ഏരിയ തന്നെ ഉണ്ട്. ഇതാണ് ബാത്റൂം. പിന്നെ നമുക്ക് ഇരിക്കാനൊരു ഏരിയ ഉണ്ട്. സംഭവം നല്ല നല്ല രീതിയിൽ. ഇന്നലെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എന്നിട്ട് അടിച്ചു പൊളിക്കാനുള്ള നല്ലൊരു ഏരിയ തന്നെ അവിടെ ഉണ്ട്. നമ്മൾ മാത്രം ഒരു ലോകം. കപ്പിൾസിനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏരിയ ആണ്. ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ഡബിൾ ബെഡാണ് കേട്ടോ വരുന്നത്. ഇത് പിന്നെ അന്നലെ കാണിച്ചു തന്നല്ലോ. പൂൾ. പിന്നെ പൂളിന് ഇപ്പം ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നതാണ്ടോ. അങ്ങനെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ട് കാണിച്ചു തരേ. എവിടേക്ക് ഇന്നലെ പോയിട്ടില്ല. പൂളിൽ വന്ന പാടന്നെ പൂളിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കയറിയിട്ടില്ല. ഇന്ന് രാവിലെ അപ്പം ഇങ്ങോട്ടേക്ക് കയറണേ. ഇതാ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മമ്മയും ആൻറ്റിമാരൊക്കെ ഇന്നലെ അവിടെ ഇരുന്നേ. ഞങ്ങൾ അവിടുന്ന് പൂളിൽ കളിക്കുന്നത് നോക്കിയിരുന്നിരിക്കുന്നു. സത്യത്തിലൊരു കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്.
സേഫാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണാണ്. അതായത് രാവിലത്തെ ഇതിൽ പെട്ടതാണ് രാവിലത്തെ ചായ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കുക്ക് ചെയ്യണം എന്നാണെങ്കിൽ അതിനുള്ളൊരു കിച്ചണിൻ്റെ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, മിക്സി അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ അവരവരുടെ എക്സ്ട്രാ ചാർജ് അതിന് വരും. ഫുഡ് നമുക്ക് അവിടെ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തു തരും. അപ്പം ഇത്രയൊക്കെയാണ് ഇത്തെ കാര്യങ്ങൾ. കണ്ടില്ലേ, അതിൻ്റെ ബാക്കിലൊക്കെ അവിടെ ഒരു ഏരിയ കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കണ്ടില്ലേ, പൂളിലേക്ക് കളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് ഇന്നലെ ഇട്ടത് തന്നെയാണ്, പൂളിൽ കളിക്കാൻ വിട്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പം ഇന്ന് വെറുതെ ഡ്രസ്സ് നനയ്ക്കണ്ടല്ലോ. അപ്പം നമ്മൾ പൂളിലേക്ക് കളിക്കാൻ പോവാം. വാ. അപ്പം ഗായ്സ്, ഞാൻ പൂളിലേക്ക് പോവാണ്, കാണിച്ചു തരാം നമുക്ക് കേട്ടോ. കമാ, ഞാൻ ചാടൊന്നുമില്ല. അപ്പൊ ഇത്രയാണ്, ഇനി കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് പൂളിലെ രസകരമായ കാഴ്ചകൾ. ഓക്കെ ഗൈസ്, ആദ്യമോ കേറി കേട്ടോ. കൊടലേ കേട്ടോ, ഇത്രയാണ് ഇവിടെ താഴം. ഇതാ ഞാൻ ഇപ്പൊ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കഴുത്തിന് എത്ര ഉണ്ട്, മുങ്ങി കാണിച്ചു തന്നെ. ഭഗവാനെ, അപ്പൊ ഇത്രയാണ്. ഇനി ബാക്കി വീഡിയോ നമുക്ക് കുളിച്ച് കയറിയിട്ട് കളിച്ച് കയറിയിട്ട് കാണാം. ഓക്കെ ഓക്കെ. ഈ ടൂർ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് കോൾഡിൻ്റെ പ്രശ്നമുണ്ട്, അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെ. എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.